Welcome to the journey to knowledge. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോർത്ത് എക്സസൈസ് ആണ്. എക്സസൈസ് 2.4. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് 12 ഡിവൈഡ് ബൈ 3/4. സോ ഈ എക്സസൈസിൽ ഫുൾ നമ്മൾ ഡിവിഷൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തു. ഡിവിഷൻ്റെ ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് ചെയ്യാം. ഡിവിഷൻ ചെയ്യുമ്പം മൾട്ടിപ്ലിക്കേഷൻ്റെ സെയിം പാറ്റേൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ 12 ഫസ്റ്റ് ടേം അങ്ങനെ തന്നെ വെക്കുന്നു. അതിനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റാൻ വേണ്ടി ഇൻറ്റു സെക്കൻഡ് ടേമിൻ്റെ റെസിപ്രോക്കൽ, സെക്കൻഡ് ടേമിനെ നേരെ തലതിരിച്ചെഴുതുന്നു 4/3. സോ ഡിവിഷൻ എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ഫോമിലേക്ക് മാറ്റുന്നു, സെക്കൻഡ് ടേമിനെ റെസിപ്രോക്കലാക്കി മാറ്റിയിട്ട്. സോ ഇവിടെ ഇപ്പം 12ഉം 3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 3 1s are 3 4s are. സോ ആൻസർ 4 × 4 16. സെക്കൻഡ് ക്വസ്റ്റ്യൻ 14 ഡിവൈഡ് ബൈ 5/6 ആണ്. സോ മൾട്ടിപ്ലിക്കേഷനിലേക്ക് മാറ്റുമ്പോൾ 14 × 6/5. എപ്പോഴും സെക്കൻഡ് ടേം മാത്രം റെസിപ്രോക്കലാക്കിയാൽ മതി. സോ ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. 14 × 6, 6 4s are 24, 6 + 2 8. 84 ഡിവൈഡ് ബൈ 5. സോ 84 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ 5 1s are 5, 34, 5 6 are 30, 4 റിമൈൻഡർ. 16 4/5 ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ 8 ഡിവൈഡ് ബൈ 7/3 which is equal to 8 × 3/7. 8 3s are 24/7. 7 3s are 21 ആണ്. സോ 3 3/7 വരും. റിമൈൻഡറും 3 വരും. ഫോർത്ത് ക്വസ്റ്റ്യൻ 4 ഡിവൈഡഡ് ബൈ 8/3. 4 × 3/8. 4 8 ക്യാൻസൽ ചെയ്യാം. 4 1s are 4 2s are. സോ ആൻസർ 3/2 കിട്ടും. 3/2ന് നമുക്ക് 1 1/2 എന്ന് എഴുതാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 3 ഡിവൈഡഡ് ബൈ 2 1/3. സോ ആദ്യം മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. സോ വിച്ച് ഈസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 3 2s are 6, 6 + 1 7/3. ഇനി മൾട്ടിപ്ലിക്കേഷനിലേക്ക് മാറ്റുമ്പോൾ 3 × 3/7 റെസിപ്രോക്കലാവും. സോ 3 3s are 9/7. 9/7 ഡിവൈഡ് ചെയ്യുമ്പം 7 1s are 7, 2/7 കിട്ടും. സിക്സ്ത് ക്വസ്റ്റ്യൻ 5 ഡിവൈഡഡ് ബൈ 3 4/7. സോ എവിടെയും ഇംപ്രോപ്പറിലേക്ക് മാറ്റുമ്പോൾ 5 ഡിവൈഡഡ് ബൈ 7 3s are 21, 21 + 4 25/7 which is equal to 5 × 7/25. 5 1s are 5, 5 5s are 25. So answer is 7/5. 1 time 1 2/5 answer. Second question, find the reciprocal of each of the following fractions. Classify the reciprocals as proper fraction, improper fraction and whole numbers. സോ റെസിപ്രോക്കൽസ് കണ്ടുപിടിക്കണം. ആ റെസിപ്രോക്കൽ കിട്ടിയ ആൻസർ പ്രോപ്പർ ഫ്രാക്ഷൻ ആണോ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണോ ഹോൾ നമ്പേഴ്സ് ആണോ എന്ന് പറയാൻ വേണം. സോ ഫസ്റ്റ് വൺ റെസിപ്രോക്കൽ ഓഫ് 3/7. നമുക്ക് 3/7 ഈക്വൽ ടു 7/3 എന്ന് എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എഴുതുന്നത്. റെസിപ്രോക്കൽ ഓഫ് 3/7 ഈക്വൽ ടു 7/3. ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണ്. സോ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. Second one, reciprocal of 5/8 equal to 8/5. ഇതും improper fraction തന്നെ. Third question, reciprocal of 9/7. 9/7 റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ 7/9 വരും. സോ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും. സോ പ്രോപ്പർ ഫ്രാക്ഷൻ.
Fourth question, reciprocal of 6 by 5 equal to 5 by 6 proper fraction. Fifth question, reciprocal of 12 by 7 which is equal to 7 by 12 proper fraction. Sixth question, reciprocal of 1 by 8. 1 by 8 is equal to 8 by 1 എന്ന് വരും. 8 divided by 1 8 തന്നെയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഹോൾ നമ്പർ എന്ന് എഴുതാം. Seventh question, reciprocal of 1 by 11. അതും 11 തന്നെ വരും. 11 divided by 1 എന്നുള്ളത് 11 തന്നെ വരും, which is a whole number. Third question, find 7 by 3 divided by 2. So division തന്നെയാണ്. Find 7 by 3 divided by 2. So whole numbers ആണ് സെക്കൻഡ് പാർട്ടിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ റെസിപ്രോക്കൽ ആക്കുമ്പം 7 by 3 ഫസ്റ്റ് നമ്പർ അങ്ങനെ തന്നെ ഇൻറ്റു 2നെ റെസിപ്രോക്കൽ ആക്കുമ്പം 1 by 2 കിട്ടും. This is equal to 7 by 6. 7 into 1 7, 3 into 2 6. 7 by 6 1, 1 by 6. Second question, 4 by 9 divided by 5. This is equal to 4 by 9 into 1 by 5. Cancel ചെയ്യാനൊന്നുമില്ല. So 4 into 1 4, 9 5s are 45. Proper fraction ആണ്, so മാറ്റാനൊന്നുമില്ല. Third question, 6 by 13 divided by 7 equal to 6 by 13 into 1 by 7. 6 by 13 7s are 91. 6 by 91. Fourth question, 4 1 by 3 divided by 3 which is equal to 4 1 by 3. 4 3s are 12. 12 plus 1 13 by 3 divided by 3 which is equal to 13 divided by 3 into 1 by 3. 13 by 9. 9 ones are 9. Remainder 4 by 9. Fifth question, 3 1 by 2 divided by 4 which is equal to 3 2s are 6 plus 1 7 by 2 into 4 na reciprocal 1 by 4. 7 by 8. Sixth question, 4 3 by 7 divided by 7. 7 4s are 28. 28 plus 3 31 by 7 divided by 7 എന്നുള്ളത് into 1 by 7 which is equal to 31 by 49. ഫോർത്ത് ക്വസ്റ്റ്യൻസും ഡിവിഷൻ തന്നെയാണ്. രണ്ട് സൈഡിലും ഫ്രാക്ഷൻസ് തന്നു എന്ന് മാത്രം. സോ നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ തന്നെ. ഫസ്റ്റ് വൺ 2 by 5 divided by 1 by 2 equal to 2 by 5 into 2 by 1. 2 2s are 4 by 5. Second question, 4 by 9 divided by 2 by 3 equal to 4 by 9 into 3 by 2. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2ഉം 4ഉം ക്യാൻസൽ ചെയ്യാം. 2 1s are 2 2s are. 3ഉം 9ഉം ക്യാൻസൽ. 3 1s are 3 3s are. So answer is 2 by 3. Third question, 3 by 7 divided by 8 by 7. 3 by 7 ഫസ്റ്റ് ടേമിന് മാറ്റമൊന്നുമില്ല ഇൻറ്റു 7 by 8. 7 7 ക്യാൻസൽ ചെയ്യാം. 1 1 കിട്ടും. സോ ആൻസർ 3 by 8. ഫോർത്ത് ക്വസ്റ്റ്യൻ, 2 1 by 3 divided by 3 by 5 equal to 3 2s are 6. 6 plus 1 7 by 3 into 5 by 3. Reciprocal I. So 7 5s are 35 by 9.
3, 8 by 9. Fifth question, 3, 1 by 2 divided by 8 by 3. 3 2s are 6, 6 plus 1, 7 by 2 into 3 by 8. 7 3s are 21, 8 2s are 16. So 21 and 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ടൈം വരും. റിമൈൻഡർ 5 by 16. Sixth question, 2 by 5 divided by 1, 1 by 2. So ഇവിടെ മിക്സഡ് ഫ്രാക്ഷൻ ആയതുകൊണ്ട് ആദ്യം അതിനെ ഇംപ്രോപ്പർ ആക്കാം, എന്നിട്ട് മൾട്ടിപ്ലിക്കേഷനിലേക്ക് മാറ്റാം. സോ 2 by 5 divided by 2 1s are 2 plus 1, 3 by 2 equal to 2 by 5 into 2 by 3. 2 2s are 4, 5 3s are 15, 4 by 15. Seventh question, 3 1 by 5 divided by 1 2 by 3. 5 3s are 15, 15 plus 1, 16 by 5 divided by 3 1s are 3, 3 plus 2, 5 by 3 equal to 16 by 5. First number അങ്ങനെ തന്നെ എഴുതി, into second number reciprocal ആക്കി 3 by 5. 16 3s are 48 by 25. 25 1 time പോകും, 23 by 25. Eighth question, 2 1 by 5 divided by 1 1 by 5. 5 2s are 10, 10 plus 1, 11 by 5 divided by 5 1s are 5 plus 1, 6 by 5. 11 by 5 into 5 by 6. 5 5 cancel out. 11 by 6. 1 5 by 6 answer. Fourth exercise complete ആയി.